സ്നേഹമുള്ളവരെ, നസ്രാണി റിസർച്ച് സെന്ററിൽ നിന്ന് സ്നേഹാശംസകൾ. കഴിഞ്ഞ പാഠത്തിൽ നാമങ്ങളുടെയും നാമവിശേഷണങ്ങളുടെയും ബഹുവചന രൂപങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ആ എന്ന വവലിൽ അവസാനിക്കുന്ന ഏകവചന വാക്കുകളെ ബഹുവചനമാക്കുന്നതിന് ഏറ്റവും സാധാരണമായ രീതി ആ വാക്കുകളുടെ അവസാനത്തെ വവ്വൽ ലോങ് എ എന്ന വവ്വലാക്കി മാറ്റുന്നതാണെന്നാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ മനസ്സിലാക്കിയത്. അതിന്റെ തുടർച്ചയായുള്ള മറ്റു ചില നിയമങ്ങളും വ്യത്യസ്തമായ രീതിയിൽ ബഹുവചന രൂപങ്ങൾ ഉണ്ടാകുന്ന ചില വാക്കുകളുമൊക്കെയാണ് ഇത് സംബന്ധിച്ച് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആദ്യം തന്നെ താ എന്ന് അവസാനിക്കുന്ന വാക്കുകളുടെ ബഹുവചന രൂപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. താ എന്ന് അവസാനിക്കുന്ന വാക്കുകളെല്ലാം തന്നെ സ്ത്രീലിംഗ വാക്കുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. അപ്പോൾ സ്ത്രീലിംഗ വാക്കുകളുടെ ബഹുവചന രൂപങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ താ എന്ന് അവസാനിക്കുന്ന വാക്കിനെ ബഹുവചനമാക്കാൻ താ എന്ന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ലോങ് ആ എന്ന വവൽ നൽകും. ഒരു ഉദാഹരണം കണ്ട് നമുക്ക് ഈ നിയമം മനസ്സിലാക്കാം. ഈ വാക്ക് ധാവുസ എന്നാണ്. ധാവ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപമാണിതെന്ന് നമുക്കറിയാം. ഈ വാക്കിനെ ബഹുവചനമാക്കുന്നതിന് അവസാനത്തെ താ എന്ന അക്ഷരത്തിന് മുമ്പുള്ള ബേസ് എന്ന അക്ഷരത്തിന് ലോങ് ആ എന്ന വവൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ വാക്കിന്റെ ബഹുവചന രൂപം ധാവാസ എന്നായി മാറുന്നു. മറ്റൊരു വാക്കുകൂടി കാണാം. നമ്മൾ പഠിച്ച ഏത്ത എന്ന വാക്കാണിത്. പള്ളി എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ വാക്കിന്റെ ബഹുവചന രൂപം ലഭിക്കുന്നതിന് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ അവസാനത്തെ താ എന്ന സ്വരത്തിന് മുമ്പുള്ള ദാലസ് എന്ന അക്ഷരത്തിന് ലോങ് ആ എന്ന വവൽ കൊടുത്ത് ഈ വാക്കിനെ ഏദാസ എന്നാക്കി മാറ്റുന്നു. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. താ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന ചില വാക്കുകളെ ബഹുവചനമാക്കുന്നതിന് ഇതിൽ നിന്നും അല്പം വ്യത്യാസമുള്ള രീതിയാണ് സ്വീകരിക്കുന്നത്. അതായത് ചില വാക്കുകളിൽ അവസാനത്തെ താ എന്ന അക്ഷരം ഒഴിവാക്കി അതിനു മുമ്പുള്ള അക്ഷരത്തിന് ലോങ് എ എന്ന വവൽ നൽകിയാണ് അതിന്റെ ബഹുവചന രൂപം ഉണ്ടാക്കുന്നത്. ചില ഉദാഹരണങ്ങൾ കാണാം. ഈ വാക്ക് മെൽസ എന്നാണ്. വചനം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിനെ ബഹുവചനമാക്കുന്നതിന് അവസാനത്തെ താ എന്ന സ്വരം ഒഴിവാക്കി അതിനു മുമ്പുള്ള ലാമത് എന്ന അക്ഷരത്തിന് ലോങ് എ എന്ന വവൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ വാക്കിന്റെ ബഹുവചന രൂപം മെല്ലെ എന്നാകുന്നു. ഉച്ചാരണം മെല്ലെ എന്നായത് നമ്മൾ പഠിച്ച ഡബിളിംഗ് എന്ന നിയമം അനുസരിച്ചാണെന്ന് ഓർക്കുമല്ലോ. മറ്റൊരു വാക്ക് കാണാം. ഇത് ശാസ എന്ന വാക്കാണ്. ഇതിന്റെ അർത്ഥം മണിക്കൂർ എന്നാണ്. ഇതിനെ ബഹുവചനമാക്കുന്നതിന് അവസാനത്തെ താ എന്ന അക്ഷരം ഒഴിവാക്കി അതിനു മുമ്പുള്ള എ എന്ന അക്ഷരത്തിന് ലോങ് എ എന്ന വവൽ നൽകുന്നു. അങ്ങനെ ഈ വാക്കിന്റെ ബഹുവചന രൂപം ഷാ എ എന്നാകുന്നു. മറ്റൊരു വാക്കുകൂടി കാണാം. ഗൻസ. ഈ വാക്കിന്റെ അർത്ഥം പൂന്തോട്ടം എന്നാണ്. ഇതിന്റെ ബഹുവചന രൂപം മുകളിൽ പറഞ്ഞതുപോലെ ഗന്നെ എന്നാകും. ഇനി ഈ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു നിയമം പഠിക്കാം. ചില വാക്കുകൾ അതിന്റെ ഏകവചന രൂപത്തിൽ ഊസ എന്നാണ് അവസാനിക്കുന്നത്. ഉദാഹരണത്തിന് മൽക്കൂസ എന്ന വാക്ക് ശ്രദ്ധിക്കുക. മൽക്കൂസ എന്ന ഈ വാക്കിന്റെ അർത്ഥം രാജ്യം എന്നാണ്. ഇവിടെ ഈ വാക്ക് അവസാനിക്കുന്നത് ഊസ എന്നാണല്ലോ. ഇങ്ങനെ ഊസ എന്ന് അവസാനിക്കുന്ന വാക്കുകളുടെ ബഹുവചന രൂപം ഉണ്ടാക്കുന്നതിന് അതിന്റെ അവസാന ഭാഗം വാസ എന്നാക്കി മാറ്റിയാൽ മതി. ഊസ എന്ന ഭാഗം വാസ എന്നാക്കി മാറ്റുന്നു. ഈ വാക്കിന്റെ അവസാന ഭാഗം വാസ എന്നാക്കി മൽക്ക് വാസ എന്നായി ഈ വാക്കിന്റെ ബഹുവചന രൂപം മാറും. മറ്റൊരു വാക്ക് ശ്രദ്ധിക്കാം. ഥൈബൂസ. കൃപ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇതിനെ ബഹുവചനമാക്കുമ്പോൾ ഥൈബു വാസ എന്നായി മാറുന്നു. മറ്റൊരു വാക്ക് കാണാം. റംബൂസ. ഈ വാക്കിന്റെ അർത്ഥം 10,000 എന്നാണ്. ഇതിനെ ബഹുവചനമാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ റബുവാസ എന്നായി മാറും. മറ്റു ചില സ്ത്രീലിംഗ വാക്കുകൾ അവസാനിക്കുന്നത് ഈസ എന്ന രൂപത്തിലാണ്. ഇങ്ങനെ ഈസ എന്ന സ്വരത്തിൽ അവസാനിക്കുന്ന വാക്കുകളെ ബഹുവചനമാക്കുന്നതിന് ഈസ എന്നതിനെ യാസ എന്നാക്കി മാറ്റിയാൽ മതി.
ഒരു ഉദാഹരണം കാണാം. ശംശാനീസ. ഈ വാക്ക് ശംശാന എന്ന വാക്കിന്റെ സ്ത്രീലിംഗമാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇത് അവസാനിക്കുന്നത് ഈസ എന്നാണെന്ന് ശ്രദ്ധിക്കുമല്ലോ. ഇതിനെ ബഹുവചനമാക്കുന്നതിന് ഇതിന്റെ അവസാന ഭാഗം യാസ എന്നാക്കുന്നു. അങ്ങനെ ഈ വാക്ക് ശംശാനിയാസ എന്നാകുന്നു. മറ്റൊരു വാക്കുകൂടി കാണാം, തക്സീസ. ഈ വാക്കിനർത്ഥം ആവരണം, മേലങ്കി എന്നൊക്കെയാണ്. ഇതിന്റെ ബഹുവചനം നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് തക്സയാസ എന്നാണ്. ഇനി മറ്റു ചില വാക്കുകളുടെ ബഹുവചന രൂപം ഉണ്ടാകുന്നത് വാക്കിന്റെ അവസാനം ഹാസ എന്ന് ചേർത്താണ്. ഉദാഹരണമായി, എമ്മ എന്ന ഈ വാക്കിന്റെ അർത്ഥം അമ്മ എന്നാണ്. ഇതിന്റെ ബഹുവചന രൂപം യമഹാസ എന്നാണ്. അടുത്ത വാക്ക് അംസ. ഇതിന്റെ അർത്ഥം ദാസി എന്നാണ്. ഇതിന്റെ ബഹുവചനം അംഹാസ എന്നാണ്. ആവ എന്ന ഈ വാക്ക് നമ്മൾ പഠിച്ചതാണ്. പിതാവ് എന്നർത്ഥമുള്ള ഈ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് 2 ബഹുവചന രൂപങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മൾ ആദ്യം പഠിച്ച നിയമം അനുസരിച്ചുള്ള രൂപം, അതായത് അവസാനത്തെ ആ എന്ന വൗലിന് പകരം എ എന്ന വൗൽ നൽകിയുള്ള രൂപം. അങ്ങനെ ആവേ എന്ന ഒരു ബഹുവചന രൂപം ഈ വാക്കിനുണ്ട്. അതോടൊപ്പം തന്നെ ആവാഹാസ എന്ന ബഹുവചന രൂപവും ഈ വാക്കിനുണ്ട്. ആവാഹാസ എന്ന ബഹുവചന രൂപം ആത്മീയ പിതാക്കന്മാർ എന്ന അർത്ഥത്തിലും ആവേ എന്ന രൂപം ഭൗമിക പിതാക്കന്മാർ എന്ന അർത്ഥത്തിലുമാണ് ഉപയോഗിക്കുന്നത്. സുറിയാനിയിലെ ഏകവചന ബഹുവചന വ്യാകരണത്തിൽ ഇനിയും ധാരാളം നിയമങ്ങളും അവയുടെ ഒഴിവുകളുമുണ്ട്. സങ്കീർണതകൾ ഒഴിവാക്കാൻ തൽക്കാലം നമുക്കതെല്ലാം മാറ്റിവെക്കാം. പ്രധാനപ്പെട്ടതും സാധാരണവുമായ നിയമങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ നിയമങ്ങളിൽ പെടാത്ത ഏതെങ്കിലും വാക്കുകളുടെ ബഹുവചന രൂപം നാം കാണാനിട വന്നാൽ അത് ബഹുവചനമാണെന്ന് സൂചിപ്പിക്കുന്ന സ്യാമെ എന്നറിയപ്പെടുന്ന പ്ലൂറൽ കുത്തുകൾ അതിന് മുകളിൽ ഉള്ളത് കൊണ്ട് അത് ബഹുവചനമാണെന്ന് തിരിച്ചറിയാൻ കഴിയും എന്ന കാര്യം ഓർക്കുക. ഇന്ന് നമ്മൾ പഠിച്ച വാക്കുകളും അവയുടെ ബഹുവചന രൂപങ്ങളുമെല്ലാം നമുക്ക് നന്നായി പഠിക്കാം. അതോടൊപ്പം പഴയ പാഠങ്ങളും ആവർത്തിച്ചു പഠിച്ച് നമ്മുടെ മനസ്സിൽ ഈ ഭാഷാ പഠനം സജീവമായി നിലനിർത്താം. ആദ്യ കോഴ്സിൽ പഠിച്ച പ്രഥമ പാഠങ്ങളും ആവർത്തിച്ചു പഠിച്ച് ഉച്ചാരണ നിയമങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിക്കാം. സംശയങ്ങൾ ചോദിക്കാൻ എപ്പോഴും സ്വാഗതം. നന്ദി.